വീഡിയോയിൽ നമ്മൾ സീരീസും പാരലലും അതായത് സമാന്തരവും ശ്രേണിയും നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ത്രൂ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഒരു 4 ohm 12 ohm നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ശ്രേണി രീതിയിൽ 48 വോൾട്ടാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നിങ്ങൾ നോക്കുക, സെയിം നമ്മൾ 4 ohm 12 ohm സെയിം കണ്ടീഷനാണ്, പക്ഷേ അറേഞ്ച്മെന്റ് വ്യത്യാസമുണ്ട്. ഇത് പാരലലാണ്, അതായത് സമാന്തരമായ രീതിയിലാണ് അല്ലേ. 48 തന്നെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്ന അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ഇൻ പ്രാക്ടിക്കൽ ഇവരെങ്ങനെ വ്യത്യാസം വരുന്നത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ അവസാനം വരെ കാണാം, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാവും. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 4ഉം 12ഉം സീരീസ് ശ്രേണി രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇൻഎഫക്റ്റീവ് പ്രാക്ടിക്കലിൽ ഈ 4ഉം 12ഉം ഒരാളെ പോലെ പ്രവർത്തിക്കും. അതായത് ഈ സർക്യൂട്ട് ഞാൻ മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റർ പോലെ ഇവർ പ്രവർത്തിക്കും, ഒരു റെസിസ്റ്റർ പോലെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കും. ഓക്കെ അല്ലേ, അയാളുടെ റെസിസ്റ്റൻസ് ഇയാളുടെ റെസിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. ഇവർ സീരീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, രണ്ടും കൂട്ടുക അല്ലേ, രണ്ടും കൂട്ടുക. 4 + 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ohm. അപ്പോൾ 16 ohm ആണ് സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് ഈ 4ഉം 12ഉം ഒരു 16 ohm ഉള്ള റെസിസ്റ്റൻസ് പോലെ പ്രവർത്തിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ ഈ 48 വോൾട്ടേജ് ഒക്കെ തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നാട്ടോ പറയുന്നത്, ഇങ്ങനെയായി മാറുന്നല്ല, പ്രവർത്തിക്കുകയാണ്. അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. അപ്പോൾ ഇയാളോ പാരലൽ ആകുമ്പോഴോ ഈ കേസ് തന്നെ ഈ 4ഉം 12ഉം എന്ത് ചെയ്യും, ഒരാളെ പോലെ പ്രവർത്തിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, നമുക്ക് സർക്യൂട്ട് മാറ്റി വരയ്ക്കാം, ഒരാളെ പോലെ അവർ പ്രവർത്തിക്കും കേട്ടോ. ഇൻഎഫക്റ്റീവ് അവർ പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കും. അയാളുടെ റെസിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കാണുക, R1 R2 നമ്മൾ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. അത് ചെയ്തു നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, R1 ആയിട്ട് നമുക്ക് ഏതും എടുക്കട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ R1 ആയിട്ട് 4 or 12 എടുക്കുക, അപ്പോൾ മറ്റേ R2 ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ളൂ. അപ്പം ഞാൻ 4 × 12 ഡിവൈഡഡ് ബൈ ആരാ വരുന്നത്, 4 + 12 എന്ന് വരും അല്ലേ. അതായത് എത്ര വരും, 3 ohm എന്ന് വരും അല്ലേ, 3 ohm. അതായത് ഒരു 3 ohmന്റെ റെസിസ്റ്റർ പോലെ ഇയാൾ പ്രവർത്തിക്കും. ആര്, ഈ 4ഉം 12ഉം പാരലലാകുമ്പം സമാന്തരമാകുമ്പം ഒരു 3 ohm പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇയാളെ കേസിലോ 16 ohm പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം തന്നെ വ്യത്യാസം മനസ്സിലായിരുന്നില്ലേ, ഒരേ റെസിസ്റ്റേഴ്സ് രണ്ട് ഡിഫറെൻ്റ് അറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ ഒരാൾ 16 ohm പോലെയും അതായത് റെസിസ്റ്റൻസ് കൂടിയ പോലെയും, ഇയാളെ കേസിൽ റെസിസ്റ്റൻസ് 3 ohm അതായത് 4നേക്കാൾ 12നേക്കാൾ കുറഞ്ഞ പോലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി ഇവിടുത്തെ കറണ്ടും വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ അല്ലേ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി 48 വോൾട്ടാണുള്ളത്, ഇവിടെയും 48 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ശരി, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സീരീസിന്റെ കേസിൽ നമുക്ക് നോക്കാം. സീരീസിന്റെ കേസിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യും, ഏത് കേസിലായാലും നമ്മളുടെ സെൽ അല്ലെങ്കിൽ നമ്മുടെ എനർജി നമ്മൾ കൊടുത്തിരിക്കുന്ന EMF സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു എനർജി അല്ല കറണ്ട് എന്ത് ചെയ്യും, ഒരു ഡ്രോ ചെയ്യും. ഓക്കെ, കറണ്ട് നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരയ്ക്കുക, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു കറണ്ട് പുറത്തോട്ട് വന്നു അല്ലേ. ആ കറണ്ട് കാണുക എങ്ങനെ അറിയും, വളരെ സിമ്പിളാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവും, I = V/R ആണ്. V/R അല്ലെ, ഞാൻ ഇവിടെ മാറ്റി എഴുതുന്നു, I = V/R അല്ലേ, I = V/R അല്ലേ, V/R. അപ്പോൾ ഇവിടെ പുറത്തോട്ട് വരുന്ന കറണ്ടാണ് I. ഓക്കെ, അപ്പോൾ ഈ 48. അപ്പോൾ റെസിസ്റ്റൻസ് ആരാ എടുക്കേണ്ടത്, ഈ രണ്ടുപേരും ഒരാളെ പോലെ പ്രവർത്തിക്കുന്നു. അയാളുടെ റെസിസ്റ്റൻസ് എത്ര ആയിരുന്നു, 16. ആ 16 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ 48/16 എത്രയായിരിക്കും, 3 ആംപിയർ. 3 ആംപിയർ എന്നല്ല വരിക, 3 ആംപിയർ എന്ന് കിട്ടും, 3 ആംപിയർ. അപ്പോൾ 3 ആംപിയർ കറണ്ടാണ് നമ്മുടെ ഈ സെല്ലിൽ നിന്ന് പുറത്തോട്ട് വരിക. അപ്പോൾ ഇത് പ്രാക്ടിക്കൽ കേസാണ്, പക്ഷേ നമുക്ക് ഇവിടെ ഇത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 3 ആംപിയർ കറണ്ടാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ആ കറണ്ട് ഇങ്ങനെ പോയി ആൻഡ് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും. കാരണം എന്താ, സീരീസിൻ്റെ കേസിൽ കറണ്ടിൽ ഒരു വ്യത്യാസവും ഇല്ല. അതായത് സീരീസിൻ്റെ കേസിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഈ 3 ആംപിയർ കറണ്ട് തന്നെയാണ് ഈ 4 ഓമിലൂടെയും കടന്നു പോവുക. അതേ കറണ്ട് തന്നെയാണ് ഈ 12 ഓമിലൂടെയും കടന്നു പോകുക, 3 ആംപിയർ കറണ്ട്. കാരണം എന്താ അറിയോ, കറണ്ടിന് വിഭജിക്കാൻ 2 വഴികളില്ല. ഈ കേസിൽ കറണ്ടിന് വിഭജിച്ച് പോകാൻ 2 വഴികളുണ്ടായിരുന്നു, ഈ കേസിൽ വഴികളില്ല. അപ്പോൾ അതേ 3 ആംപിയർ കറണ്ട് ഇങ്ങനെ പോയി തിരിച്ച് 3 ആംപിയർ കറണ്ട് നമ്മുടെ സെല്ലിലോട്ട് തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ കറണ്ട് 3 ആംപിയർ സർക്യൂട്ടിന് പുറത്തോട്ട് വന്നാൽ അതേ 3 ആംപിയർ ആണ് ഇതിലൂടെയും പോവുക.
ഓക്കെ അല്ലേ? അപ്പോൾ 3 ആംപിയർ ആണ് ഇതിലൂടെ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും സീരീസിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചാലും ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചാലും ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചാലും സെയിം റീഡിങ് 3 ആംപിയർ ആയിരിക്കും റീഡിങ്. കറണ്ട് സെയിം ആണ്. ഓക്കെ അല്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? V = I × R. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഓംസ് ലോ V = I × R അല്ലേ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് എങ്ങനെ കാണുക? അവിടുത്തെ കറണ്ട് എത്രയാണ്? 3 അല്ലേ? 3 × എത്രയായിരിക്കും? റെസിസ്റ്റൻസ് എത്ര? 4. അപ്പോൾ എത്ര? 12 വോൾട്ട് ആണ് ഇതിന് അക്രോസ് ഉള്ളത്. അതായത് മക്കളെ ഞാനിതാ ഇവിടെ ഇതൊക്കെ ഞാനൊന്ന് മായ്ക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ തന്നെ ഉണ്ടേ. 3 ആംപിയർ. അതായത് ഞാൻ ഇതിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചാൽ ആ വോൾട്ട് മീറ്ററിന്റെ റീഡിങ് എന്തായിരിക്കും? 12 വോൾട്ട് എന്നായിരിക്കും. റെഡി? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഇവിടുത്തെ വോൾട്ടേജ് എത്ര ആയിരിക്കും? I × R. വോൾട്ടേജ് = I × R അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് I × R. ഇവിടുത്തെ കറണ്ട് എത്രയാണ്? I എത്രയാണ്? 3 ആണ്. × 12. 3 × 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 വോൾട്ട് ആണ്. അതായത് ഇതിന് അക്രോസ് ഞാനൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചാൽ ആ വോൾട്ട് മീറ്റർ റീഡിങ് എത്ര ആയിരിക്കും? 36 വോൾട്ട് ആയിരിക്കും. ഇനി വളരെ രസകരമായ ഒരു കാര്യം കാണിച്ചിട്ടെ. ഈ 36ഉം ഈ 12 കൂട്ടിക്ക് 48. അതല്ലേ ഇവിടുന്ന് വന്നത്? അതായത് ഇവിടെയുള്ള വോൾട്ടേജ്, ഈ 48 വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1ഉം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് V1 + V2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് കൂട്ടി നോക്ക്. അതായത് ലോജിക്കലി എന്താണ്? 48 വോൾട്ട് 12 വോൾട്ട് ആയിട്ടും അതേപോലെ എത്ര ആയിട്ട്? 36 വോൾട്ട് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സീരീസിന്റെ കേസിൽ കറണ്ട് സെയിം ആണ്, പക്ഷേ കറണ്ട് വോൾട്ടേജ് ഡിഫറെൻ്റ് ആണുള്ളത്. വോൾട്ടേജ് ഡിഫറെൻറ്റ് അതല്ലേ? അപ്പോൾ സെയിം കറണ്ട് ആണ് പോകുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് വോൾട്ടേജ് ആണ്. കൺസെപ്റ്റ് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങളൊന്ന് റെക്കോർഡ് വീഡിയോയിൽ ഒന്ന് പോസ് ചെയ്ത് പറയുന്നത് കണ്ടാൽ മതി കേട്ടോ. ഒരു 10 സെക്കൻഡ് പറയുന്നത് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്തു. ആൻഡ് നമുക്കിനി പാരലലിൻ്റെ കേസിലോട്ട് പോവാം. പാരലലിൻ്റെ കേസ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നമ്മൾ വരച്ചു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ നമുക്ക് എന്താണ്? 3 ഓമുള്ള ഒരു കേസാണ്. ഇവിടെ 48 വോൾട്ട് ആണ് നമ്മുടെ കേസ് അല്ലേ? അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ പുറത്തോട്ട് വരുന്ന ഈ കറണ്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? കറണ്ട് കാണാൻ എന്താ ചെയ്യേണ്ടത്? V/R. V/R ആണ് അല്ലേ? വോൾട്ടേജ് 48 ആണ്. കറണ്ട് എത്ര ആണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. 3 കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 ആംപിയർ എന്ന് കിട്ടും. 16 ആംപിയർ ആണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ പുറത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട്. അതിനി നമ്മുടെ ഈ കേസിലോട്ട് കൊണ്ടുവരുമ്പോൾ അതായത് ഇവിടെ പുറത്തോട്ട് വരുന്ന എത്ര? 16 ആംപിയർ ആണ് സെല്ലിൻ്റെ പുറത്തോട്ട് വരുന്നത് കേട്ടോ. റെഡി? ആ 16 ആംപിയർ ഇങ്ങനെ വരും. ആൻഡ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? 2 വഴികൾ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വഴിയില്ലായിരുന്നു, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. 2 കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കറണ്ട് ഇതിലൂടെയും ഒരു കറണ്ട് ഇതിലൂടെയും. ഈ കറണ്ടിനെ ഞാൻ I1 എന്നും ഈ കറണ്ടിനെ ഞാൻ I2 എന്നും മാർക്ക് ചെയ്യട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സീരീസിൻ്റെ കയ്യിൽ നമ്മൾ കറണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഇവിടുന്ന് പുറപ്പെടുന്ന 3 ആംപിയർ ആണ് ഇതിലൂടെയും 3 ആംപിയറാണ് കടന്നു പോകുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ പാരലലിൻ്റെ കേസിൽ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ 48 വോൾട്ട് തന്നെയാണ് എന്തുണ്ടാവുക? ഇതിന് അക്രോസ് ഉണ്ടാവുക. അതായത് ഇവിടെ ഞാനൊരു വോൾട്ട് മീറ്റർ വെച്ചാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 48 ആയിരിക്കും, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 48 ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിലൂടെ കടന്നു പോകുന്ന ഈ കറണ്ട് എങ്ങനെ കാണാൻ പറ്റുക? I = V/R അല്ലേ? അല്ലേ? ആ ലോജിക്ക് പ്രകാരം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വോൾട്ടേജ് എത്രയാണ്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 48 ആയിരിക്കും. അപ്പോൾ 48 റെസിസ്റ്റൻസ് ഏതാണ്? ഇതിന് അക്രോസ് അല്ലേ? 48/4 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? 12 ആംപിയർ. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എത്ര ആയിരിക്കും? 12 ആംപിയർ. 12 ആംപിയർ കറണ്ടാണ് അതിലൂടെ പോകുന്നത്. ഓക്കെ അല്ലേ? ശരി. ആൻഡ് ഇയാളെ കേസിലെടുത്താലോ ഈ കറണ്ട് ഞാൻ I2 എന്നല്ല മാർക്ക് ചെയ്യുന്നത്. ഈ കറണ്ട് ഞാൻ I2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. I2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. I2 എങ്ങനെ കാണുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ലേ? V/R. വോൾട്ടേജ് എത്രയാണ്? സെയിം 48 തന്നെയാണ്. 48 തന്നെയാണ് R. ഇയാളുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 12. 48/12 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ആംപിയർ ആണ്. അപ്പോൾ ഇവിടെ 12 ആംപിയർ ഇതിലൂടെ കടന്നുപോയി, 4 ആംപിയർ ഇതിലൂടെ കടന്നുപോയി. അതിനൊരു മാജിക് കാണിച്ചു തരട്ടെ. ഈ 12 ആംപിയർ ഇതിലൂടെ പോയ 12 ആംപിയറും ഇതിലൂടെ കടന്നു പോയ 4 ആംപിയറും കൂട്ടിക്ക് 12 + 4 എത്ര? 16.
ആ 16 അല്ലേ ഇതാ ഇവിടുന്ന് വന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ്, ഇതിന് പുറത്തോട്ട് വന്ന 16 ആംപിയർ കറണ്ട് ഈ ജംഗ്ഷനിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു, വിഭജിച്ചു അല്ലേ. എത്രയൊക്കെ ആയിട്ട്? 12 ആംപിയർ ആയിട്ടും പിന്നെ ഇതിലൂടെ എത്രയാണ്, ബാക്കി 4 അല്ലല്ലോ, 4 ആംപിയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, I1 ഈക്വൽ ടു ഇതിൻ്റെ പുറത്തോട്ട് വന്ന കറണ്ട് I ആണെങ്കിൽ I ഈക്വൽ ടു I1 പ്ലസ് I2. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് അല്ലേ. ഈ കേസിൽ എന്തായിരുന്നു, ഈ കേസിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തു, V ഈക്വൽ ടു V1 പ്ലസ് V2. വോൾട്ടേജ് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ കറണ്ട് ഇവിടുന്ന് തന്നെ തിരിച്ച് ജോയിൻ ചെയ്യും, ഇവിടുന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, 12ഉം 4ഉം കൂട്ടി ഇതിൻ്റെ പുറത്തോട്ട് എത്ര വരുന്നത്, 16 ആംപിയർ തന്നെയാണ്. അത് തന്നെയാണ് തിരിച്ചു വരിക, 16 ആംപിയർ തന്നെ നമ്മുടെ സെല്ലോട്ട് തിരിച്ചു പോകുന്നവരാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ അല്ലേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കാണണേ. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾ മനസ്സിലായിട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു താങ്ക് യു മെസ്സേജ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് സീരീസ് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ഈ കേസിൽ എന്താണ്, 4 ഓമും 12 ഓമായി നമ്മൾ ഘടിപ്പിച്ച, ഇവർ രണ്ടുപേരും ഘടിപ്പിച്ചപ്പോൾ സീരീസ് ആയിട്ട് ഘടിപ്പിച്ച നമുക്ക് എഫക്റ്റീവ് എത്ര കിട്ടി, 16. അത് 4നേക്കാൾ കൂടുതലാണ്, 12നേക്കാൾ കൂടുതലാണ്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കൂടി അല്ലേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടി. എന്നാൽ പാരലൽ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഡിഗ്രീസ് ചെയ്ത്. അതെങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ഇയാളെ വാല്യൂ എത്രയായിരുന്നു, 4 ഓം. ഇയാളെ വാല്യൂ എത്രയായിരുന്നു, 12 ഓം. ഈ 4ഉം 12നേക്കാൾ കുറവല്ലേ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയ 3. 4നേക്കാൾ കുറവാണ്, 12നേക്കാൾ കുറവാണ്. അതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. കൺസെപ്റ്റ് കിട്ടി വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ വീഡിയോ ഒന്നും കൂടി പോസ് ചെയ്തിട്ട് ഒരു 3 ഗ്രീൻ ടിക്ക് ഇടുക കേട്ടോ. ഒരു 3 ഗ്രീൻ ടിക്ക് നമ്മുടെ ഇമോജിയിൽ 3 ഗ്രീൻ ടിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. റെഡി അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ന്യൂമറിക്കൽസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കടാ. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 10 ഓം റെസിസ്റ്റൻസ് ഫോർ 1 മിനിറ്റ്. അതെന്താണ്, സിമ്പിൾ കാര്യം. അതായത് മലയാളിക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്നുമില്ലടാ, നിങ്ങൾക്ക് അറിയാലോ. 10 ഓം പ്രതിരോധത്തിലൂടെ കടന്നു 1 മിനിറ്റിലേക്ക് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന താപം, ഉൽപ്പാദിക്കപ്പെട്ട താപം എത്രയാണ്, നമ്മുടെ ജൂൾ നെയിം കൂടി കണക്ട് ചെയ്ത് വന്നതാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇത് വളരെ വളഞ്ഞ രീതിയിലും ചെയ്യാം, ഈസി വേയിലും ചെയ്യാം. സിമ്പിൾ ലോജിക്. ഇത് സീരീസോ പാരലലോ, പാരലൽ. അങ്ങനെയാണെങ്കിൽ ഈ 10 വോൾട്ട് തന്നെയല്ലേ ഇതിനക്രോസ് ഉണ്ടാവുക. ഇതിനക്രോസ് ഒരു വോൾട്ടിമീറ്റർ ഘടിപ്പിച്ചാലും അതിലെത്ര ആയിരിക്കും റീഡിങ്, 10 വോൾട്ട് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോൾ 10 വോൾട്ടാണ് അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ 10 വോൾട്ട് കടന്നു പോകല്ല, അതിനക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതാണ്. എന്തായിരുന്നു ഹീറ്റിൻ്റെ ഇക്വേഷൻ, H ഈസ് ഈക്വൽ ടു I²RT ഉണ്ട്, V²T/R ഉണ്ട്, I²RT കുറേ ഇക്വേഷൻ. H ഈസ് ഈക്വൽ ടു I²RT, H ഈസ് ഈക്വൽ ടു V²T/R, H ഈസ് ഈക്വൽ ടു IVT അല്ലേ. നമുക്ക് V അറിയാം, ഓൾറെഡി V അറിയാം. ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്, 60 സെക്കൻഡ്സ് അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് അല്ലേ. വോൾട്ടേജ് കിട്ടി. ഇതിൽ കൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് കിട്ടി. അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ H ഈസ് ഈക്വൽ ടു V²T/R നേരെ ചെയ്താൽ പോരെ, സിമ്പിൾ. അപ്പം ചില കുട്ടികൾ ഇതെന്ത് ചെയ്യും, സോൾവ് ചെയ്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ കാണാം. വേണ്ട, എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലല്ലോ നമ്മളോട് ചോദിച്ചത്. ഇതിലൂടെ കടന്നു പോകുന്ന ഈ 10 ഓമിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് അല്ല ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോൾട്ടേജ് എത്രയാണ്, 10 ആണ്. 10² ഇൻറ്റു ടൈം 60 ആണ്, ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അതെല്ലാവർക്കും അറിയാലോ. റെസിസ്റ്റൻസ് എത്രയാണ്, 10 ഓമിൻ്റെ അല്ലേ. ക്യാൻസൽ. 10 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 600 ജൂൾസ്. സിമ്പിൾ ലോജിക് പ്രകാരം സോൾവ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രീൻ ടിക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യണേ, ഒന്ന് ഗ്രീൻ ടിക്ക് കമൻറ്റ് ചെയ്യണേ. റെഡി അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതേപോലെ മാക്സിമം മിനിമം പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറയുകയാണ്, നമ്മുടെ കയ്യിൽ 20 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് 20 ഓമിൻ്റെ അങ്ങനെ 10 എണ്ണം നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം മിനിമം സിമ്പിൾ ലോജിക്കാണ്. മാക്സിമം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ സീരീസ് ആയിട്ട്, അതായത് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കണം. അതായത് എങ്ങനെ ഘടിപ്പിക്കണം, എന്താ, ഒരു 20 അങ്ങനെ പോകണം അല്ലേ. ഞാൻ വരയ്ക്കുന്നു, ഇത് ലോജിക്ക് കിട്ടിയല്ലോ. അങ്ങനെ 10 കഴിയുമ്പോൾ 10 അങ്ങനെ ഘടിപ്പിച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും, R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് അങ്ങനെ പോലെ. അങ്ങനെയൊന്നും ചെയ്യണ്ട, വളരെ സിമ്പിളാണ്. സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R, സഫല പ്രതിരോധം R ഈസ് ഈക്വൽ ടു ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര, ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 20 ഓം അല്ലേ. ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 20 അല്ലേ, ഇൻറ്റു അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്, അങ്ങനത്തെ 10 എണ്ണം ഉണ്ട്, ഇൻറ്റു 10. അപ്പോൾ എത്ര, 200 ഓം. അപ്പോൾ 10 എണ്ണത്തിന് ഈ 20 ഓമിൻ്റെ 10 എണ്ണത്തിന് നിരത്തി ഇതേപോലെ സീരീസ് ആയിട്ട് ഘടിപ്പിച്ചാൽ, ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ നമുക്ക് ടോട്ടൽ കിട്ടാൻ പോകുന്നത് 200 ഓം ആയിരിക്കും. ആൻഡ് മിനിമത്തിൻ്റെ കേസ് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് അത് സീരീസ് ആകുമ്പോൾ ഇയാൾ എന്തായിരിക്കും, പാരലൽ, സമാന്തരമായിരിക്കും, പാരലലായിരിക്കും ഇയാൾ ഈ കേസ്. അപ്പോൾ അതെന്തായിരിക്കും, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വളരെ സിമ്പിൾ വകുപ്പുണ്ട്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മിനിമം കിട്ടാൻ ഡിവൈഡ് ചെയ്യണം. ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, 20 ഡിവൈഡഡ് ബൈ അങ്ങനത്തെ എത്ര ഉണ്ട്, 10 ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 ഓം കിട്ടി. അപ്പോൾ
10-20 ഓമിന്റെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് നെറ്റ് മിനിമം എത്രയാണ്? 2 ഓം ആണ്. കൺസെപ്റ്റ് കിട്ടി വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ഓമിന്റെ ഇതേപോലെ വെച്ച് വിചാരിക്കുക. വലിയ ലെവലിൽ ചോദ്യമൊന്നുമല്ല, പക്ഷെ മേ ബി ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോയത്. ഇതും കൂടി നോക്കുക. വളരെ സിമ്പിൾ, രസകരമായ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 2 ഓമും എന്താണ്? പരസ്പരം സീരീസ് ആണ് അല്ലേ? അതേപോലെ ഈ 2 ഓമും എന്താണ്? പരസ്പരം സീരീസാണ്. പക്ഷേ ഈ 2 ഓമും കൂടി ചേർന്നിട്ട് ഒരു 4 ഓം ഉണ്ടാവും അല്ലേ? അതേപോലെ ഈ 2 ഓമും കൂടി ചേർന്നിട്ട് സീരീസ് ആകുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് 4 ഓം ഉണ്ടാവും. അപ്പോൾ ഈ നാലും എന്താണ്? പരസ്പരം പാരലൽ. അപ്പോൾ ആദ്യം നമുക്ക് സർക്യൂട്ട് ഒന്ന് മാറ്റി വരച്ച് നോക്കിയാലോ. അതായത് സർക്യൂട്ട് ഒന്നുകൂടി മാറ്റി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഎഫക്റ്റീവ് എന്ത് കിട്ടും? ഇൻഎഫക്റ്റീവ് നമുക്ക് എന്താ കിട്ടുക? ഇൻഎഫക്റ്റീവ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 4 ഓം, അതേപോലെ മറ്റൊരു 4 ഓം. ഓക്കെ അല്ലേ? ഇത് രണ്ടുപേരും പരസ്പരം പാരലുള്ള പോലെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കിട്ടിയ എങ്ങനെ വിചാരിക്കുന്നു? 2 കൂട്ടി 4 2 കൂട്ടി 4 അല്ലേ? ഇപ്പോൾ ഇവർ രണ്ടുപേരും പാരലാണ്. അവിടെ വന്നുള്ള സെല്ല് വരയ്ക്കാൻ മറന്നു അല്ലേ? 10 വോൾട്ട്. ഓക്കെ അല്ലേ? ഇതിന് എളുപ്പമാണ് അല്ലേ? 2 4 സീരീസ് പാരലായിട്ട് വന്നു. സിമ്പിൾ ലോജിക്. നേരത്തെ ആലോചിച്ച് നോക്കിയേ, 4ന്റെ 2 ഉണ്ട്. അപ്പോൾ പാരലാകുമ്പോൾ മിനിമം ആയിരിക്കൂലേ? അപ്പം അങ്ങനെ കാണാം. 4ന്റെ പകുതി എടുത്താൽ മതി, 2 ഓം എഴുതാൻ. അല്ലെങ്കിൽ നിങ്ങൾ വേണം ഇക്വേഷൻ ചെയ്തോളൂ. R = R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ഒക്കെ ചെയ്താൽ എന്താ കിട്ടുക? 4 × 4 ഡിവൈഡഡ് ബൈ 4 + 4, അതായത് 16/8. 2 ഓം എന്ന് കിട്ടും. 2 ഓം കിട്ടാൻ അല്ലെങ്കിൽ സിമ്പിളാണ്. 2 4ന്റെ അല്ലേ? അപ്പം അങ്ങനെ അതിൻ്റെ മിനിമം കിട്ടുക. പാരലൽ എന്ന് പറഞ്ഞാൽ മിനിമം അല്ലേ? ഇതിൻ്റെ ഒരു വാല്യൂ എടുക്കുക, 4 ഡിവൈഡഡ് ബൈ 2. 2 സെയിം ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻഎഫക്റ്റീവ് എന്തായിരിക്കും? ഇൻഎഫക്റ്റീവ് നമുക്ക് എന്താ ഉണ്ടാവുക? പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ മാറുന്നല്ല, പ്രാക്ടിക്കലായിട്ട് ഈ ഒരു സർക്യൂട്ട് വെറും ഒരു 2 ഓമിൻ്റെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇൻഎഫക്റ്റീവ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സർക്യൂട്ട് സെല്ലിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കറണ്ട് എത്രയായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എത്രയായിരിക്കും? 10/2. കമൻറ്റ് ചെയ്യേണ്ട. 10/2. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൻ്റെ സെല്ലിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് 5 ആംപിയർ കറണ്ട് ആയിരിക്കും. അതെങ്ങനെ കിട്ടിയത്? 10 ഡിവൈഡഡ് ബൈ 2, 5 ആംപിയർ അല്ലേ? 5 ആംപിയർ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ പുറത്തോട്ട് വരുന്നത് 5 ആംപിയർ ആണ്. അങ്ങനെയാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമോ നോക്കട്ടെ. ലെവൽ ചോദ്യമാണ്, A++. നമുക്ക് വേറെ ബോർഡ് ലെവൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ 5 ആംപിയർ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? 5 ആംപിയർ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത കറണ്ട് I1ഉം ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത കറണ്ട് I2 ആണെങ്കിൽ I2ൻ്റെയും I1ൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ലോജിക് പ്രകാരം ആലോചിച്ചിട്ട് ഒന്ന് വീഡിയോയുടെ അവസാനം കമൻറ്റ് ചെയ്യണേ. സോ ഓൾ ദ ബെസ്റ്റ്. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. പ്രോപ്പറായിട്ട് പഠിക്കുക. കൺസെപ്റ്റ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ആർ ഫൈൻ. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കാണാം. ബീറ്റ ടു സിഗ്മ സീരീസിൽ A+ നമുക്ക് നേടിയിരിക്കണം.